ദർശിക്കാൻ. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ അപ്പമായി ഭൂവിൽ ഇറങ്ങി വന്നു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ അപ്പമായി ഭൂവിൽ ഇറങ്ങി വന്നു. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ. കുർബാനയായി തൻ ജീവൻ ചൊരിഞ്ഞു. കുർബാനയിൽ നാം ഒന്നായി ചേരാൻ. കുർബാനയായി തൻ ജീവൻ ചൊരിഞ്ഞു. കുർബാനയിൽ നാം ഒന്നായി ചേരാൻ. ജീവന്റെ സമൃദ്ധി എനിക്കു നൽകി നിത്യജീവനിലേക്കെന്നെ നയിക്കാൻ. ജീവന്റെ സമൃദ്ധി എനിക്കു നൽകി നിത്യജീവനിലേക്കെന്നെ നയിക്കാൻ. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ട് വന്നിരിക്കുകയാണ്. ഈശോ ജീവൻ മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ മോൺസിഞ്ഞോർ അച്ഛന്റെ പ്രസംഗത്തിൽ കേട്ട പോലെ നമുക്കും ഈശോയ്ക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഒന്ന് പൂർണ്ണമായിട്ട് ഈശോയെ ഞാൻ നിന്റേതാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊന്ന് മന്ത്രിക്കൂ. എന്നെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന് വേണ്ടിയാണ്.
ആ ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു, ദൈവം പൂർണ്ണമായി നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ അത് മുഴുവനും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവമെല്ലാം നമുക്ക് തരുന്നു, ദൈവത്തെ തന്നെ തന്നിരിക്കുന്നു. പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വിട്ടുകൊടുത്തുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് നൽകുന്നു. ഈശോയെ, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങേക്ക് നൽകുന്നു. എൻ്റെ ജീവിതം നൽകുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ നൽകുന്നു, എൻ്റെ മാതാപിതാക്കളെ നൽകുന്നു, എൻ്റെ മക്കളെ നൽകുന്നു. എന്നെ മുഴുവനായിട്ട് ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായിട്ട് നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈശോയെ, ഈ വലിയ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ പീഠാസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനവും ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആത്മാവിൽ ജ്ഞാനം നൽകണമേ. ഈ ദിവസങ്ങളെല്ലാം ആ വലിയ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ തുറന്നു തരണമേ. അങ്ങനെ ഞങ്ങൾ ഈശോയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമ്മൾക്ക് ലഭിച്ചതിൻ്റെ ഉള്ളെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് സമാപന ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ബലിയുടെ സമാപന വിശുദ്ധ ബലിക്ക് ശേഷം തുടർന്ന് നമ്മൾ വചനം പ്രഘോഷിക്കും. അതിനുശേഷം ആരാധനയും രോഗശാന്തി ശുശ്രൂഷയും പ്രാർത്ഥനകളെല്ലാം ഉണ്ടാകും. കുർബാന കഴിഞ്ഞിട്ട് ആരും പോകരുത്, എല്ലാവരും കൂടുതൽ ആവേശത്തോടെ പങ്കെടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ജീവന്റെ ദാനത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് ദിവ്യരഹസ്യമായി ദാനം നിത്യതയ്ക്ക് സഹായമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ശിരസ് കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവൻ. കർത്താവെ, വിശുദ്ധ രഹസ്യത്താൽ ഉൾക്കൊണ്ട അങ്ങേ ജനത്തോടൊപ്പം ദയാപൂർവം വസിക്കണമേ. അങ്ങനെ സംരക്ഷകനായ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നവരെ ഒരു അപകടവും ബാധിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി.